വൈകല്യങ്ങളില്ലാത്ത കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ സംസ്കാരത്തിൽ ഇതിന് വ്യക്തമായിട്ട് എങ്ങനെ ഒരു നല്ല കുട്ടി ഉണ്ടാവുന്നു. ഒരു മനുഷ്യനെ മാറ്റുക എന്ന് പറയുന്നത് ഈസി അല്ല. നിങ്ങൾക്കൊരു പട്ടിക്കുട്ടിയെ മാറ്റാൻ പറ്റും. ആത്മീയതയിലൂടെയുള്ള ബോധവൽക്കരണം. എല്ലാ സ്കൂളിലും പുതിയ ജനറേഷൻ മുഴുവൻ നശിച്ചുപോയി. അവരിനി നിങ്ങൾ എന്ത് കാണിച്ച് നന്നാക്കുന്ന പറഞ്ഞാൽ ഈ സാധനം നിങ്ങൾ കിട്ടാനുള്ള മാർഗം തടഞ്ഞാൽ അവരവിടെ പോയി മേടിക്കും. തീറ്റയ്ക്ക് ആളുകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കൊലപാതകം തന്നെ നിൽക്കും. മനസ്സിലായോ? അത് ശവക്കറിയുടെ കേസിലാണ് ഗുരുദേവൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാനും പറയണത്. ഇതിൻ്റെ ഉപഭോക്താക്കൾ ഇല്ലാതാക്കിയാൽ ഒരാളെ മൊത്തത്തിൽ മാറ്റാൻ കഴിയുന്ന ഒരാളല്ലേ ഗുരു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കാൻ ഇഷ്ടമില്ലാത്തവനെ എങ്ങനെ മാറ്റാൻ പറ്റും? അവനെ പിന്നെ നിരന്തരം ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഈ ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. വൈകല്യങ്ങളില്ലാത്ത കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ സംസ്കാരത്തിൽ ഇതിന് വ്യക്തമായിട്ട് എങ്ങനെ ഒരു നല്ല കുട്ടി ഉണ്ടാവുമെന്ന് സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടത് പഠിപ്പിച്ചുകൂടാ? കുട്ടികളെ എന്താണോ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കൊരു ഗുണമില്ലാത്ത കാര്യങ്ങൾ കുറേ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം, എന്താണ് ചെയ്യേണ്ടത്, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരും തലമുറ നന്നാവും. അല്ലാതെ ഓരോ തലമുറയും മോശമായിക്കൊണ്ട് പോയിട്ട് അവസാനം കൊണ്ടുവന്ന് എല്ലാത്തിനെയും കൂടെ തൂത്തടിച്ച് നന്നാക്കാമെന്ന് വിചാരിച്ചാൽ സാധ്യമാവുന്ന കാര്യമല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് ആത്മീയത തന്നെയാണ്. അല്ലാതെ നമ്മളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമുക്ക് പുതിയ സർക്കാർ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, പുതിയൊരു സർക്കാർ അധികാരമേറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ ഗുരുജി പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും ഈ അഴിമതിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിയാണ്. അപ്പോൾ അതിനെതിരെ ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറിപ്പോകില്ലേ? നല്ലൊരു സർക്കാർ സംവിധാനം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറാവുന്നതല്ല ഉള്ളൂ. രാഹുലെ, നമ്മൾ എന്താ വിചാരിച്ച് ഇങ്ങനെ പറയുന്നതോടെ എല്ലാം മാറുന്ന? ഒരു ഭരണ സംവിധാനം, ഒരു മിനിസ്റ്റർ, ഒരു പുതിയ സംവിധാനം വന്നതോടുകൂടി ഇവിടുത്തെ എല്ലാം പൊളിച്ചു പണിയാൻ പറ്റുന്ന സാധ്യമാവില്ല. ഈ ഉണ്ടാക്കി വച്ച പ്രശ്നങ്ങളുടെ പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ 20 വർഷം എങ്കിലും എടുക്കും. അതായത് ഇനി പുതിയ തലമുറയെ മുതലേ മാറ്റാൻ പറ്റുള്ളൂ. നശിച്ചു പോയതിനെ പിന്നെ നന്നാക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ആയതുകൊണ്ടാണ് പറയണത്. ഞാൻ ഈ ചെയ്യുന്ന പണി ഈ കേരളത്തിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ പറയണത് എന്താണെന്ന്. ഒരു മനുഷ്യനെ മാറ്റുക എന്ന് പറയുന്നത് ഈസി അല്ല. നിങ്ങൾക്കൊരു പട്ടിക്കുട്ടിയെ മാറ്റാൻ പറ്റും. ഇന്നലെ വരെ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന പട്ടിക്ക് വേണമെങ്കിൽ തക്കാളി സാദമോ തൈര് സാദമോ കോവയ്ക്കോ കൊടുത്ത് അതിന് മാറ്റിയെടുക്കാൻ പറ്റും. അവനൊന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞാൽ മതി. MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനെ നിങ്ങൾ എന്ത് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനെ കഥ പറഞ്ഞാലൊന്നും മാറുമൊന്നുമില്ല. മദ്യപാനിയായ ഒരു വ്യക്തിയെ ഉപദേശിച്ചാലൊന്നും അവൻ മാറില്ല. അവൻ്റെ ഉള്ളിൽ ആത്മീയത കയറിയാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇവർക്ക് ആഗ്രഹം കാണും മാറ്റണമെന്ന്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്. ഇതൊന്നും സാധ്യമാവില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ എന്ത് തൂഫാൻ വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് കാണാലോ എന്താ സംഭവിക്കാൻ പോണേന്നുള്ളത്. നമുക്ക് ഇതിനെ വരുന്ന വഴിയെ തടഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എത്ര വഴി തടഞ്ഞാലും പുതിയ മാർഗത്തിലൂടെ ആളുകൾ ഇവിടെ എത്തിക്കും. അല്ല, പുതിയൊരു സംവിധാനം വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ളൂ. ഇപ്പോൾ പുതിയൊരു മുഖ്യമന്ത്രി VD സതീശൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു സംവിധാനം വരുമ്പോൾ നമുക്ക് വിശ്വസിച്ചുകൂടി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പരിധി വരെ. നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു ഫലമില്ല. എനിക്ക് നേരിട്ട് ഇവരുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞാലും ഇത് ഒരു രാഷ്ട്രീയ ചർച്ച വെറുതെ ഉണ്ടാക്കാന്നുള്ളതല്ലാണ്ട് ഒരു ഗുണമില്ല. അവരുടെ ആശയങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ജനങ്ങളിൽ അത് എത്തും? ഇനി വരുന്ന ഒരു തലമുറയെ ഇതൊന്നും ഉപയോഗിക്കാത്ത തലമുറയെ ഉണ്ടാക്കാൻ പറ്റും. ഇത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ബോധവൽക്കരണം മാത്രമേ പറ്റുള്ളൂ. ആത്മീയതയിലൂടെയുള്ള ബോധവൽക്കരണം എല്ലാ സ്കൂളിലും. എല്ലാ സ്കൂളെന്ന് പറയുമ്പോൾ കുട്ടികളെ മുഴുവൻ ടാർഗറ്റ് ചെയ്തില്ലേ? അതിന് മുകളിലേക്കുള്ളവരെ പിടിക്കാൻ അങ്ങനെ ഒരു കോമൺ സ്ഥലമില്ല. സ്കൂൾ തലം, കോളേജ് തലം, ഇവിടെ എല്ലാം കരിക്കുലത്തിൽ ഇതിൻ്റെ നെഗറ്റീവ്, ഇതിൻ്റെ മോശ എഫക്ട്സ് എന്താണ്, ഇതിൻ്റെ പ്രോബ്ലംസ് എന്താണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളത്, ഇത് ഏത് തരത്തിൽ നമ്മളെ നശിപ്പിക്കും, നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും, നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് രാഷ്ട്രബോധമുള്ള ഒരു വ്യക്തി പോലും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വ്യക്തി നശിക്കുക എന്ന് പറഞ്ഞാൽ 20 വർഷം ആ വ്യക്തിയുടെ പിന്നോട്ട്, അതായത് ഒരു രാജ്യത്തിൻ്റെ 20 വർഷമാണ് പോയത്. അതായത് ഈ കഴിഞ്ഞ 10 വർഷം ഏതെല്ലാം കുട്ടികൾ
ഏതെല്ലാം ഏജിൽപ്പെട്ടവർ ഇതിൽപ്പെട്ട് നശിച്ചു പോയിട്ടുണ്ടോ അത്രയും വർഷം നമ്മുടെ ബാക്കിലേക്ക് പോയ രാജ്യം. 10 വർഷമല്ല ബാക്കിലേക്ക് പോണത്. പുതിയ ജനറേഷൻ മുഴുവൻ നശിച്ചുപോയി. അവരിനി നിങ്ങൾ എന്ത് കാണിച്ച് നന്നാക്കുന്ന പറഞ്ഞാൽ ഈ സാധനം നിങ്ങൾ കിട്ടാനുള്ള മാർഗം തടഞ്ഞാൽ അവരവിടെ പോയി മേടിക്കും. ഇന്ന് ഓൺലൈൻ സംവിധാനം വന്നു. ഇതൊക്കെ ആർക്ക് ഈ തൂഫാനി കൂടെ എന്ത് കാണിച്ച് തടയുന്ന പറഞ്ഞു? ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഓൺലൈനിൽ തന്നെ സാധനം പൊട്ടിക്കാൻ പറ്റുമോ? ഈ ഡാർക്ക് വെബിലൂടെ നടത്തുന്ന ഡാർക്ക് വെബല്ല, പബ്ലിക് വെബിലൂടെ സാധനം വിൽക്കാൻ പറ്റും. അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് പുതിയ സംവിധാനങ്ങൾ. ഒരു രക്ഷയില്ല. ഇതിനാണ് ഏറ്റവും നല്ല. ഇതിന്റെ ഉപയോഗം നിന്നാൽ വിൽപ്പന തന്നെ ഇല്ലാണ്ടാവും. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള. എന്താ പറഞ്ഞേ? ഭുജിക്കുന്നവനില്ലാതെ വന്നാൽ കൊല്ലുന്നത് തന്നെ നിൽക്കും, അല്ലാതെ കൊല നിർത്താൻ പറ്റില്ല അവിടെ. ഈ കൊന്നു തിന്ന് ജീവിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. തീറ്റയ്ക്ക് ആളുകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കൊലപാതകം തന്നെ നിൽക്കും. മനസ്സിലായോ? അത് ശവക്കറിയുടെ കേസിലാണ് ഗുരുദേവൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാനും പറയണത്. ഇതിൻ്റെ ഉപഭോക്താക്കൾ ഇല്ലാതാക്കിയാൽ അവൻ്റെ കച്ചവടം പതിയെ 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 നിർത്താൻ പറ്റും. നിങ്ങൾ എന്ത് മോഹന വാഗ്ദാനം തന്നാലും ഞാൻ കഴിക്കുമോ? ഇല്ല. നിങ്ങൾ കഴിക്കുമോ? ഇല്ല. എൻ്റെ ഈ മുന്നിൽ കൂടെ കടന്നുപോയ 45,000 ഫാമിലിയിൽ ഒരൊറ്റ വ്യക്തി പോലും കഴിക്കില്ല. ഇത് ഞാൻ ഇത്രയും കർക്കശമായിട്ട് പറയാൻ എങ്ങനെയാണ് എനിക്ക് പറ്റണത്? അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവർ മാറി എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇവരുടെ പല മക്കളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരും ഇതിൽ അഡിക്റ്റായവരും ഈ വഴിയിലൂടെ നടന്നു പോയവരുമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് മദ്യപാനം നിർത്തിയ ആൾക്കാർ എത്രയുണ്ടെന്നറിയോ? ഞാനെന്താ ഇങ്ങനെ കാണിച്ചിട്ട് നിർത്തണതാ? അല്ല, ശരിയായ ബോധവൽക്കരണം നടക്കണ്ട അവിടെ. ആത്മീയതയിലൂടെയുള്ള ബോധവൽക്കരണം. ഇത് ഞാൻ പൈസയ്ക്ക് വേണ്ടി പറഞ്ഞല്ല, ഇതാണ് അതിനുള്ള മാർഗം. അല്ലാതെ നിങ്ങൾ ബാർ അടച്ചു പൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ആത്മീയതയില്ലാത്ത മനുഷ്യരെ നമുക്ക് ബോധവൽക്കരണം ചെയ്യാൻ കഴിയില്ലേ? ഇങ്ങനെ ഇപ്പോൾ ആത്മീയത തേടി വരുന്ന ആളുകളെ നമുക്ക് അങ്ങനെ മാറ്റാം. പക്ഷെ ഇതില്ലാത്ത മനുഷ്യർ, ഇതിൽ വിശ്വസിക്കാത്ത മനുഷ്യർ, അവരെ അപ്പോൾ എങ്ങനെ മാറ്റിയെടുക്കും? അവരെ പിന്നെ എങ്ങനെയാണ് എനിക്ക് മാറ്റാൻ പറ്റുന്നത്? ആത്മീയത ഉള്ള വ്യക്തിയാണ് ആത്മീയ ഗുരുവിനെ തേടി വരണത്. ആ ഗുരുവിനോടുള്ള ബഹുമാനം കൊണ്ടാണ് അവരത് കേൾക്കണത് പോലും. അങ്ങനെയുള്ള വ്യക്തിയെ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഒരു ഗുരുവിന് ബഹുമാനം ഇല്ലാത്തൊരു വ്യക്തിയോട് ഞാൻ പറയുമ്പോൾ അവന് തർക്കിക്കല്ലേ ഉള്ളൂ. അവൻ കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുമോ? ഒരാളെ മൊത്തത്തിൽ മാറ്റാൻ കഴിയുന്ന ഒരാളല്ലേ ഗുരു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കാൻ ഇഷ്ടമില്ലാത്തവനെ എങ്ങനെ മാറ്റാൻ പറ്റും? അവനെ പിന്നെ നിരന്തരം ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനുള്ള സമയം എനിക്കുണ്ടോ? എനിക്കതിനുള്ള വേദിയുണ്ടോ? ഇവിടെ കാലത്തോട്ട് വൈകുന്നേരം വരെ അടുപ്പൂട്ടി ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും ഇതിരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സർക്കാർ റൂൾ കൊണ്ടുവാ സ്കൂളിൽ ആത്മീയത പഠിപ്പിക്കുക, കുട്ടികളെ അച്ചടക്കം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, റോഡ് ക്രോസ് ചെയ്യണം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള കുട്ടികളെ ഉണ്ടാക്കുക. അവർ ഓരോരുത്തരും ഞാൻ കൈക്കൂലി മേടിക്കില്ല എന്ന് തീരുമാനിച്ച രാജ്യത്തെ പ്രശ്നം തീർന്നു. ഞാൻ തീരുമാനിച്ച പോലെ വേറെ ആർക്കും പറ്റില്ലേ? എന്ത് മണ്ടത്തരാണ് നിങ്ങൾ ഈ പറഞ്ഞത്? എനിക്ക് ഈ രാഷ്ട്രബോധവും ഈ വ്യക്തിബോധവും സമൂഹബോധവും പ്രപഞ്ചബോധവും എല്ലാം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ കൈക്കൂലി മേടിക്കാണ്ട്, അസഭ്യം കാണിക്കാണ്ട്, വൃത്തികേട് കാണിക്കാണ്ട് പ്രപഞ്ചത്തിൽ ഇത്ര അച്ചടക്കമായിട്ട് ജീവിക്കണത്. എനിക്ക് പറ്റുമെങ്കിൽ എന്താ വേറെ ആർക്കും പറ്റില്ലേ? ഈ ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഈ ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് ഉപേക്ഷിക്കണം എന്ന് പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വ്യഭിചാരം നല്ലതാണെന്ന് ഒരു ഭാഗത്ത് പറയണു, മറ്റൊരു ഭാഗത്ത് ഞാൻ പറയാണ് ഇതിൻ്റെ ദൂഷ്യം എന്താണെന്ന്. അത് അക്കമിട്ട് നിരത്തി പറയുമ്പോൾ അത് ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ അവന് മനസ്സിലാവും, എടാ എനിക്കൊരു മാനസിക രോഗം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് സ്വയം മാനസിക രോഗിയായിട്ട് ജീവിക്കാൻ ഇഷ്ടമായിരിക്കുമോ? ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. കാരണം എനിക്ക് മാനസിക രോഗി ആവണ്ട. അത് അവന് തനിയെ ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ ബാത്റൂമിനകത്ത് പോയി കഴിഞ്ഞാൽ നിന്ന് മൂത്രമൊഴിക്കണോ ഇരുന്ന് മൂത്രമൊഴിക്കണോ നമ്മളാണ് തീരുമാനിക്കണത്, ഇല്ലേ? പക്ഷെ അവിടെ ഒരു സ്ലോഗൻ അങ്ങ് എഴുതി വെച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾ ഇരുട്ടിൽ ചെയ്യുന്നത് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഞാൻ വിളിച്ചു പറയും. ഒരു സിമ്പിൾ ഉദാഹരണമാണ്. നിങ്ങൾ ഇരുട്ടത്ത് ആ മുറി പോയിരുന്ന് ആരും അറിയാണ്ട് ചെയ്യണ കാര്യമാണ്. നീ പോയി കഴിയുമ്പോൾ നീ അവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ വിളിച്ചു പറയും. ഇത് ചെയ്താൽ ആളുകൾ മാറുന്നല്ല പറയണത്. ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ രീതിയാണ്. അതായത് അവൻ നിന്നാ മൂത്രം ഒഴിച്ചെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് സംസാരിക്കും അവൻ നിന്നാ മൂത്രം ഒഴിച്ചെന്ന്, ഇല്ലേ? അപ്പോൾ അത് ഒരു നാണക്കേടല്ലേ? ഒരു ഇൻഡയറക്റ്റ്ലി ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ആശ്രമത്തിൽ ഒരു ശിഷ്യ പ്രായമുള്ള ഒരാളാണ്.
ആശ്രമത്തിൽ എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. നിത്യവും അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ചില സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആശ്രമത്തിൽ തൂത്ത് തുടയ്ക്കും, എല്ലാം ചെയ്യും. ചവിട്ടി കൊണ്ടുപോയി മടക്കിയിട്ട് അലമാരിയുടെ സൈഡിൽ കയറ്റി വയ്ക്കും. പിന്നെ നമ്മുടെ വിമ്മോ എന്തെങ്കിലുമാണ് ഈ പാത്രം തുറന്നിട്ട് അവിടെ വച്ചേക്കും. അപ്പോൾ ആരുടെയും കൈ തട്ടിയാൽ താഴെ വീഴ്, അതിൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഞാൻ എന്നും കാണും. ഞാൻ പോയി അടച്ചു വയ്ക്കും. 1.5 വർഷമായിട്ട് ഞാൻ അവരോട് ഉപദേശിച്ചിട്ടില്ല. 1.5 വർഷമായിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മാത്രം ഞാൻ കാണാറുണ്ട്. അവരൊരു ദിവസം ഞങ്ങളിങ്ങനെ അവിടെ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ അവരെന്നോട് ഇനി ചോദിക്കുകയാണ്, ഗുരുജി ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യാറുണ്ടോ? ഞാൻ എണീറ്റ് നിൽക്കുന്ന ആൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിൽക്ക്, കേട്ടില്ലേ? അദ്ദേഹം ചോദിച്ചത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാറുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞ വിഷമം തോന്നുമോ? ഇല്ല. ഒന്ന്, നിങ്ങൾ എടുത്തോടത്തൊരു സാധനം വയ്ക്കില്ല, മുഖത്തിൻ്റെ ഒരു ചുളിവ് വന്നു. രണ്ടാമത്തത്, ചെയ്യുന്ന പണി പൂർത്തിയാക്കി ചെയ്യില്ല. മൂന്നാമത്തത്, നിങ്ങൾ പോകുന്നതിൻ്റെ പിന്നാലെ ബാക്കി പണി ചെയ്യാൻ മറ്റുള്ളവർ വരണം. ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞ കുറേ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയുണ്ട്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ റെസ്റ്റ് ഇല്ലാതെ പണിതുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ചിരി വന്നു. അപ്പോൾ എന്താ ഗുരുജി ഇതുവരെ പറയാണ്ടിരുന്നു ചോദിച്ചു. പറയാൻ സമയമായില്ല. നിങ്ങൾ അതേ സമയത്ത് ഞാൻ പിടിച്ചു നിർത്തി ഉപദേശിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ദുഃഖം തോന്നും, ഞാൻ നല്ലത് ചെയ്യണ കാണുന്നില്ലല്ലോ എന്ന്. നിങ്ങളായിട്ട് അവസരം തന്നു എനിക്ക് പറയാൻ, ഇല്ലേ? പക്ഷെ അതിന് 1.5 വർഷം എടുത്തു. ഇനി മേലിൽ നിങ്ങൾ ഈ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ലേന്ന് ചോദിച്ചു. അതിന് ശേഷം അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ഒരാൾക്ക് ഒരു മോട്ടിവേഷനോ ഒരു സ്പീച്ച് ഏത് സമയത്ത് എന്ത് പറയണമെന്ന് നമുക്കറിയായിരിക്കണം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരാൾ വരുമ്പോൾ അതിന് ഏത് സമയത്ത് എന്ത് പറയണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടും. നേരെ മറിച്ച് ഞാനിങ്ങനെ വീഡിയോയുടെ മുന്നിൽ ചാനലിൻ്റെ മുന്നിൽ നിന്ന് ചർച്ചയ്ക്ക് എന്നിരിക്കുമ്പോൾ ഏത് സമയം നോക്കി എന്ത് പറയാനാ? ചോദിക്കണതിനൊക്കെ ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ ഏത് സമയത്ത് എന്ത് പറഞ്ഞാൽ ആർക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യും, എത്ര പറയണം, എന്ത് പറയണം, ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് അവർക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. ഇതുപോലെ സ്കൂളുകളിൽ 1000 കുട്ടിയുണ്ടെങ്കിൽ എനിക്ക് സ്കൂളിൽ പോലും പോകണ്ട. ആ 1000 കുട്ടിയെ ഒരു മോണിറ്ററിൻ്റെ മുന്നിൽ എന്നെ ഇരുത്തി തന്നേച്ചാൽ മതി. ഞാൻ വേറെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് 1000 കുട്ടീനെയും നല്ലതാക്കി ഞാനങ്ങ് തരാം. ഒരു തൂഫാനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഇത് ചലഞ്ചിങ് അല്ല, ഇത് സത്യസന്ധമായിട്ടുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. രാഷ്ട്രീയക്കാർക്ക് ഈ പറയുന്ന അനുഭവ പാഠവും ഇല്ല. അവരിതുവരെ ശ്രമിച്ചിരുന്ന എന്താണെന്നറിയാം? ഞാൻ തൂഫാനെ പറ്റിയിട്ടല്ല പറയണത്. അവരിതുവരെ ചെയ്തുകൊണ്ടിരുന്ന് പരസ്പരം വിഘടിപ്പിച്ച് അവനവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് എങ്ങനെ വോട്ടുണ്ടാക്കാമെന്ന് ഈ ദുഷിച്ച ചിന്തകൾ കൊണ്ട് ജീവിക്കുക. ഭരണത്തിൽ കയറുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കർമ്മഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. എനിക്കിവിടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്നതല്ല. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്, അവർക്കും കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമോ? അയ്യോ, ഇത് എന്താ സംശയമുള്ളത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊരു വലിയ നെറ്റ്വർക്ക്, ചെറുതല്ല. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. അവിടെ ഒരു രാജഗുരു ഉണ്ടോ? ഇല്ല. ഞാനുണ്ടോ എന്നല്ല ചോദിക്കണം. അവിടെ ഒരു രാജഗുരു ഉണ്ടോ? ധർമ്മം എന്താണെന്ന് ഇവർക്ക് അറിയോ? ഇല്ല. കുറേ നിയമപാലകരുണ്ട്. ചില നിയമത്തിൻ്റെ ബേസിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ റിസൾട്ട് 100% ഉണ്ടാവില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ടോപ്പിക്ക് നിർത്താം. നമ്മുടെ ആൻ്റണി സർക്കാരായിരുന്നു ചാരായം നിർത്തലാക്കിയത്, ഇല്ലേ? ആ ചാരായം നിർത്തിയ സമയത്ത് എൻ്റെ തറവാട്ടിൽ ചാരായ ഡിപ്പോ ഉണ്ടായിരുന്നു. 64 ചാരായ ഷാപ്പുകൾ ഉണ്ടായിരുന്നു മലനാട് റേഞ്ചിന്. അവിടെ വരുന്ന ആൾക്കാർ, അവിടെ വരുന്ന പണിക്കാർ, അവിടുത്തെ ആളുകളുടെ സ്വഭാവം ഇത് മുഴുവൻ ഞാൻ കണ്ടിട്ടുള്ളതാണ്. വളരെ ദയനീയത തോന്നിയിട്ടുണ്ട്. ചാരായ ഡിപ്പോ നിർത്തിയപ്പോൾ നമുക്കും നഷ്ടം വന്നില്ലേ? നല്ലതെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഞാനും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും പല ആളുകളും. പക്ഷേ ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന പലർക്കും വളരെ ദുഃഖമായിരുന്നു. ഇപ്പോൾ മലനാട് ഗ്രൂപ്പ് നിന്നു, 64 ചാരായ ഷാപ്പ് നിന്നു, നമ്മുടെ തറവാട്ടിലെ ഡിപ്പോ പോയി. ഇതൊന്നുമല്ല അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മളെ വളരെ ചെറുപ്പത്തിലെ ഇത്തരം പ്രവർത്തികളിലൂടെ കടന്നുപോയപ്പോൾ നമ്മളൊരു സമൂഹം നശിക്കണ എങ്ങനെയാണെന്ന് കണ്ടു. ഞാൻ പിന്നീട് ചാരായ ഷാപ്പിലേക്കോ ബാറിലേക്കോ അത്തരം ബിസിനസ്സിലേക്കോ പോവുകയാണോ ചെയ്തത്? അല്ല.
ഞാനത് കണ്ടു പഠിച്ചിട്ട് മാറുക ചെയ്തത്. അതിനുശേഷം വന്ന സർക്കാർ പിന്നെ എന്താ ചെയ്തത്? ഈ കഴിഞ്ഞ സർക്കാർ ചെയ്തത് 28 35 ബാറാട്ടെ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. 800 ചില്ലാൻ ബാറാക്കി മാറ്റി കൊടുത്തു. അപ്പോൾ ഒരു കൂട്ടർ ചെറുത് നന്നാക്കാൻ നോക്കും, അടുത്ത 5 വർഷം കഴിയുമ്പോൾ അടുത്തവർ വന്ന് നശിപ്പിക്കാൻ നോക്കുക. ഇതിൻ്റെയൊക്കെ ടോപ്പിൽ നിൽക്കുന്ന സാധനം ഞാൻ ഈ പറയുന്നത് ആത്മീയത. ഒരു പ്രാവശ്യം ഒരാൾക്കാർ ആത്മീയത കൊടുത്താണ്ടല്ലോ ജന്മത്ത് പിന്നെ മാറില്ല. ഏത് സർക്കാർ മാറി 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 വന്നാലും ഈ വ്യക്തി പിന്നെ മാറില്ല. വ്യക്തിയധിഷ്ഠിതമായിട്ടല്ല നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഒരു കാര്യം ചെയ്യേണ്ടത്. സെക്യുലറിസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മീയത ഉള്ളിൽ ചെല്ലുമ്പോൾ മാത്രമേ സെക്യുലറിസം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സെക്യുലറിസം പറയുന്ന ഉള്ളി ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, പ്രവർത്തിക്കുന്നതും ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും സാഹോദര്യം സാഹോദര്യം എന്ന് കാണിക്കലേ ഉള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിലില്ല, അത് പ്രവർത്തിക്കലുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നന്നാവാൻ പോണേ? ഇത് നശിച്ചേ പറ്റുള്ളൂ സഹോദര. നാശത്തിന് വേണ്ടിയിട്ടുള്ള പോക്കിൻ്റെ ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. പരസ്പരം തല്ലി പരസ്പരം കലഹിച്ച് ശരിക്കും നശിക്കുന്നത് നമുക്ക് കണ്ടാസ്വദിക്കാം. അല്ലാതെ ഇവിടെ യാതൊരു മാർഗവുമില്ല. ഇതെല്ലാം ചില പ്രഹസനങ്ങൾ മാത്രമാണ്. അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം കണ്ട് നമുക്കിങ്ങനെ ആസ്വദിക്കാം. എനിക്കല്ലാതെ തൂഫാനെ പറ്റിയിട്ടും സീറോയിനെ പറ്റിയിട്ടും ഒന്നും വേറെ പറയാനില്ല. ഇതിലൊന്നും ആർക്കും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ കാരണബോധത്തെ ഇല്ലാണ്ടാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാഹന അപകടം ഇല്ലാതാക്കാൻ വേണ്ടി ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടോ സിഗ്നൽ കൊണ്ടുവന്നിട്ടോ സീറ്റ് ബെൽറ്റ് കൊണ്ടുവന്നിട്ടോ ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടോ കാര്യമില്ല. വാഹന അപകടം ഒഴിവാക്കാൻ ലൈസൻസ് മുഴുവനായിട്ടും ക്യാൻസൽ ചെയ്ത് പുതിയ രീതിയിലുള്ള ലൈസൻസിൻ്റെ ടെസ്റ്റ് കൊണ്ടുവന്ന് എലിജിബിളായിട്ടുള്ള വ്യക്തികൾ മാത്രം വണ്ടി ഓടിക്കുന്ന കാലം വന്നാൽ ഇവിടെ സിഗ്നൽ പോലും വേണ്ട. ഒരൊറ്റ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, പല വിഷയങ്ങളിലൂടെ കടന്നുപോയി. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു ദിവസം ഇരിക്കാം. താങ്ക് യു ഗുരുജി. നന്ദി, നമസ്കാരം, ശുഭദിനം.